ഇനി UDF-ലേക്കില്ല എന്ന് PV അൻവർ. നിലമ്പൂരിൽ മത്സരിക്കാനുമില്ല എന്ന് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിലും പണമില്ലാത്തതിനാൽ പിന്മാറുകയാണെന്ന് അൻവർ പറഞ്ഞു. തന്റെ വഴി തടഞ്ഞത് VD സതീശനാണെന്ന് PV അൻവർ കുറ്റപ്പെടുത്തി. ഞാനിനി ഇല്ല, UDF-ലേക്ക് ഞാനില്ല. ഈ ഒരു ഘട്ടത്തിൽ UDF-ലേക്ക് ഞാനില്ല, പ്രഖ്യാപിത നയാണ്. മനസ്സിലായില്ലേ? ഞാനില്ല കേട്ടോ. ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത്. ഒരു സമുദായ നിങ്ങളോടൊക്കെ അങ്ങേ അറ്റത്തെ ബഹുമാനമുണ്ട്, ആദരവുണ്ട്. അനുനയ നീക്കങ്ങളെല്ലാം പാളിയതോടെ മുന്നണി പ്രവേശന കാര്യത്തിൽ അൻവർ ഈ നിലപാട് പ്രഖ്യാപിച്ചു. എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് പറഞ്ഞത് അപ്രതീക്ഷിത തീരുമാനമായി. മത്സരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും പണമില്ല, കൂടെയുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം. മത്സരിക്കാൻ ഞാനുണ്ട്, മത്സരിക്കാൻ എൻ്റെ അടുത്ത് 5 പൈസ ഇല്ല. അങ്ങനെ സമാഹരിച്ച് തരാനുള്ള ആൾക്കാരൊന്നും എനിക്കില്ല. എല്ലാ മുതലാളിമാരും അപ്പുറത്തല്ലേ. ഇപ്പം ഇതാണ് സ്ഥിതി. എനിക്ക് വേറൊന്നും പറയാനില്ല. ജനങ്ങൾ ആലോചിക്കട്ടെ, തീരുമാനിക്കട്ടെ. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ അതിരൂക്ഷ വിമർശനം. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചയാളാണ്. PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ പഠിച്ച പണി 18 നോക്കിയിട്ടും മുന്നണി പ്രവേശനത്തിന് തടസ്സമായത് VD സതീശനാണ്. താൻ പിണറായിസത്തെ പറയുന്നത് അധിക പ്രസംഗമാണെങ്കിൽ അത് തുടരുമെന്നും അൻവർ. മിത്രമെന്ന് കരുതിയവരോടൊപ്പം നിന്ന് ആ ശത്രുവിനെ നേരിടാമെന്ന് കരുതിയ എനിക്ക് ആ ശത്രുവിനോടൊപ്പമാണ് ചിലരൊക്കെ ഇപ്പുറത്തും എന്നുള്ള വസ്തുത കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ പിന്നീട് മനസ്സിലാക്കിക്കൊള്ളും. അപ്പോൾ അവരാകെ ഭയപ്പെടുന്നത് ഞാനൊരു അധിക പ്രസംഗിയാണെന്ന്. ആ അധിക പ്രസംഗം ഇനിയും ഞാൻ തുടരും എന്നതാണ് അവരെ അലട്ടുന്ന പ്രശ്നം. മലയോര ജനതയുടെ പ്രയാസങ്ങൾ M സ്വരാജ് പ്രളയ സമയത്ത് പോലും നിലമ്പൂരിലേക്ക് വരാതിരുന്നത്, മലപ്പുറത്ത് പോലീസ് മുസ്ലിം സമുദായത്തെ വേട്ടയാടുന്നുവെന്ന ആരോപണമെല്ലാം കൂട്ടിയിണക്കിയായിരുന്നു അൻവറിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം. ടീം 24 നിലമ്പൂർ.